ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഈ ക്രിസ്മസ് ദിനത്തിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? അതും വീട്ടിലുള്ള കുക്കർ ഉപയോഗിച്ച്. എങ്ങനെയെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മസാലക്കൂട്ട് തയ്യാറാക്കണം. അതിനായി പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പട്ട, ബേ ലീഫ്, ജാതിപത്രി, ഏലക്ക, ഗ്രാമ്പു എന്നിവ മിക്സിയിലിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കുക. അതിൽ നിന്ന് 1.5 ടേബിൾ സ്പൂൺ ഇവിടേക്ക് എടുക്കാം. ബാക്കി നമുക്ക് ബിരിയാണിയിൽ പിന്നീട് ചേർക്കേണ്ടതുണ്ട്. ചിക്കൻ ആവശ്യത്തിന് ഉപ്പും, ചിക്കൻ സോഫ്റ്റ് ആവാൻ വേണ്ടി കുറച്ച് തൈരും, പിന്നെ നമുക്ക് കുറച്ചൊരു കുരുമുളക് പൊടിയും കൂടെ ഇട്ട് ഈ ഒരു ചിക്കൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ബിരിയാണി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കർ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ബിരിയാണിക്ക് സവാള മൂപ്പിച്ച ഓയിലാണ് എടുത്തിരിക്കുന്നത്. ബാക്കിയാണ് അത് കുറച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു സ്റ്റാർ, 3 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു ബേ ലീഫും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കാം. ശേഷം നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് സവാളയാണ്. ഞാൻ ഈ ബിരിയാണിക്ക് മൊത്തത്തിൽ 3 സവാള എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പകുതിയാണ് ദാലിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞതാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്തതിൻ്റെ ബാക്കിയുള്ളതാണ്. അതൊരു 1.5 ടീസ്പൂൺ മസാലയാണ്. അത് ഇതിലോട്ടിട്ട് നല്ലതുപോലെ വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് എരിവിനായി 3 പച്ചമുളക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് കുറച്ചും കൂടെ എരിവ് ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്യാം. ഇനി നമ്മൾ ചേർക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്. എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വീണ്ടും യോജിപ്പിച്ചെടുക്കാം. തക്കാളിയാണ് ചേർക്കുന്നത്. ഒരു 2 വലിയ തക്കാളി, അത് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് നമുക്ക് നല്ലതുപോലെ വീണ്ടും മസാലയുമായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം മസാല നല്ലതുപോലെ ഒന്നും കൂടെ ആ ഒരു പച്ച മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു മസാലയിലേക്ക് നമ്മൾ നേരത്തെ തന്നെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ചിക്കനും മസാലയും ഇളക്കി നമുക്ക് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് അതുപോലെ വേവിക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്നൊക്കെ നല്ലതുപോലെ വെള്ളം ഊറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് മൂപ്പിച്ച സവാളയാണ്. ഇത് ഞാൻ നേരത്തെ എടുത്ത സവാളയുടെ ബാക്കി പകുതിയാണ്. അത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തതാണ്. ഇതും നല്ലതുപോലെ ചിക്കനുമായിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് നേരത്തെ തന്നെ കഴുകി വെച്ചിരിക്കുന്ന അരിയാണ്. ഞാൻ ഒരു 10 മിനിറ്റ് കുതിർത്ത് വെച്ചതിന് ശേഷം വെള്ളമെല്ലാം വാർന്ന് അതാണ് ഇനി ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ചിക്കനിൽ അരിയും ആ ഒരു ചിക്കൻ പീസും എല്ലാം ആ മസാലയും എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് അരി വേവാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. നല്ലതുപോലെ ഒന്ന് ഇത് ഇളക്കിയതിന് ശേഷം ചോറിന് ആവശ്യമായ ഉപ്പും വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ക്യാരറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മണത്തിനായി ഞാൻ കുറച്ച് എസൻസ് ഒഴിക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ മതിയാകും. എന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ കുക്കർ അടച്ച് വേവിക്കാം. ഒരു വിസിൽ വന്നതിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശേഷം പ്രഷർ എല്ലാം പോയതിന് ശേഷം ഞാൻ കുക്കർ തുറന്നു നോക്കി. അപ്പോൾ അരിയൊക്കെ നല്ലതുപോലെ വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിലേക്ക് കുറച്ച് ഡെക്കറേഷന് വേണ്ടി കുറച്ച് ജെറിയും ടൂട്ടി ഫ്രൂട്ടിയും നെയ്യിൽ വറുത്ത ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും
പിന്നെ വറുത്ത സവാളയൊക്കെ മൂപ്പിച്ച സവാളയൊക്കെ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്നും കൂടെ മിക്സ് ആക്കി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണി, കുക്കറിൽ വെച്ചുണ്ടാക്കിയ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ഇതിൻ്റെ കൂടെ സലാഡും ഒരു പപ്പടവും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും, നല്ല രുചിയായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇനി അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം.